പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ ഈ ദിനത്തെ സന്തോഷത്തിൻ്റെ തിരുപ്പിറവിയുടെ ദിനമായിട്ടാണ് കാണുന്നത്. എന്നാൽ ദുഃഖത്തിൻ്റെ കണ്ണീർ കടലിൽ വീണ ഒരു ജനത പശ്ചിമേഷ്യയിലുണ്ട്. അവരുടെ നൊമ്പരങ്ങളും നമ്മുടെ മനസ്സിൽ വല്ലാതെ ചേക്കേറുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 13 മിനിറ്റും 42 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് ആദ്യമായി ഇത്തവണ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കും. വിവിധ ഇടങ്ങളിലെ ക്രിസ്മസ് വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ഷെവീദ് റാവുത്തർ, കൊച്ചി ഇളംകുളം ഫാത്തിമ മാതാ പള്ളിയിൽ നിന്ന് ശ്രീകാന്ത്, കോഴിക്കോട് നിന്ന് ദീപക് തർമണം, ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരും. ആദ്യം ഷെവീദ് റാവുത്തറാണ് നമുക്കൊപ്പം ചേരുക. മെരി ക്രിസ്മസ് ഗൈസ്. അപ്പോൾ ഷെവീദ്, ഗുഡ് മോർണിംഗ്. ഷെവീദ്, പാളയം പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളിലേക്കാണല്ലോ ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മെറി ക്രിസ്മസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ്. അവിടെ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ ഓർമ്മകൾ വാഴ്ത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്ന് പുലർച്ചെ തന്നെ പാതിരാ കുർബാന ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ തന്നെ നിരവധി വിശ്വാസികൾ ഇവിടേക്ക് എത്തി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു തുടങ്ങി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയിൽ പ്രാർത്ഥനാ നിർഭരമായി നൂറുകണക്കിന് പേർ ഒത്തുകൂടുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ വൈദികർ അവർക്കുള്ള സന്ദേശം, ക്രിസ്മസ് സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഉണ്ണിയേശു പിറന്നതിന്റെ സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ ഇന്ന് പുലർച്ചെ വരെ ശുശ്രൂഷകൾ നടന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന പ്രത്യേക കുർബാനകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കർദിനാൾ ക്ലിമ്മീസ് ബാവയാണ് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ഗസയിൽ നിരവധി കുരുന്നുകൾ മരിച്ചു വീഴുന്നുവെന്നും ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്നും ക്രിസ്മസ് സന്ദേശത്തിൽ കർദിനാൾ ക്ലിമ്മീസ് ബാവ പറഞ്ഞു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കത്തീഡ്രലിൽ ഇന്നലെ നടന്ന പാതിരാ കുർബാനയിൽ ശശി തരൂർ എംപിയും അതേപോലെ തന്നെ BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആയിരുന്നു ക്രിസ്മസ് സന്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ പല പള്ളികൾ, പ്രത്യേകിച്ച് ഈ സ്പെൻസർ ജംഗ്ഷനിലെ ചർച്ചിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. പുലർച്ചെ തന്നെ കുർബാനകളടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്രിസ്മസ് സന്ദേശമായി പ്രധാനപ്പെട്ട സഭകളുടെ അധ്യക്ഷന്മാർ നൽകുന്ന സന്ദേശത്തിൽ എടുത്തു പറയുന്നത് ഭൂമിയിലെ സമാധാനത്തെക്കുറിച്ചാണ്. യേശുവിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് സമാധാനത്തിനായി അദ്ദേഹം എത്രത്തോളം കാംക്ഷിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഒരു സന്ദേശമായി വിശ്വാസികൾക്ക് പകർന്നു നൽകുകയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി, അവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് എങ്ങനെ പുതിയൊരു ലോകം തീർക്കാം എന്നുള്ളതിന്റെ മാതൃക അത് സഭാധ്യക്ഷന്മാർ അവരുടെ ക്രിസ്മസ് സന്ദേശത്തിൽ ഉൾപ്പെടുത്തി. ഇന്നലെ പാതിരാ കുർബാന നടന്ന പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിലായിരുന്നു ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടത്. അതായത് യേശുവിന്റെ തിരുപ്പിറവി, യേശു ജീവിച്ചതെന്തിന്, യേശു തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് എന്തിനെന്നടക്കമുള്ള വിശുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് നിലവിൽ നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന, നമ്മുടെ ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ, അത് വിശുദ്ധമായ ചില സാഹചര്യങ്ങൾ ഉണ്ടുവെന്നും അതടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ പിന്തിരിയണം. ഒരിക്കലും മറ്റൊരുവനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളതായിരുന്നു ക്രിസ്മസ് സന്ദേശത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നടക്കുന്ന ഈ കുർബാന അത് ഇന്ന് പുലർച്ചെ 9:15 വരെ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തുടരും. അതിനുശേഷം ഈ പ്രധാനപ്പെട്ട വൈദികർ ഇവിടേക്ക് എത്തും. അവരായിരിക്കും ഇന്നത്തെ ആദ്യ കുർബാനയുടെ സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. വിശ്വാസികളുടെ ഒരു വലിയ തിരക്ക് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നു, പ്രാർത്ഥനാ നിർഭരമായി ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഇന്നലെ ഈ പാതിരാ കുർബാനയിലടക്കം വലിയ ജനപങ്കാളിത്തം നമുക്ക് കാണാമായിരുന്നു. താങ്ക് യു ഷെവീദ് റാവുത്തർ. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? മെറി ക്രിസ്മസ് ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് ആൻഡ് മെരി ക്രിസ്മസ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളംകുളത്തെ ഫാത്തിമ മാതാ ദേവാലയത്തിലാണ്. SKN, ആ ദൃശ്യങ്ങളിൽ തന്നെ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശുദ്ധ കുർബാന രാവിലെ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് സന്ദേശം നൽകുകയാണ് ഈ ഫാത്തിമ മാതാ ദേവാലയത്തിൽ ഇപ്പോൾ വൈദികൻ. നമുക്കറിയാം ക്രിസ്മസിന്റെ മഹത്വത്തെക്കുറിച്ച്, ക്രിസ്മസിന്റെ രീതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഈ ക്രൈസ്തവരുടെ ഒരു തിരുനാൾ ആഘോഷത്തിന് അപ്പുറം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമായി ക്രിസ്മസ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കരോളും ആശംസാ കാർഡുകളും ക്രിബും ഇക്കാലയളവിൽ ജനകീയമായത് ഇക്കാരണം കൊണ്ട് തന്നെയാണ്. മഞ്ഞുള്ള ഡിസംബറിൽ ലാളിത്യത്തിന്റെ പരമോന്നത ആഖ്യാനമായി കാലഘട്ടത്തെ തന്നെ തന്റെ പിറവി കൊണ്ട് വേർതിരിച്ച ഉണ്ണിയേശുവിന്റെ
തിരുനാൾ ആഘോഷിക്കുകയാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ. ഒപ്പം ആ സമാധാനത്തിൻ്റെ, ഐക്യത്തിൻ്റെ സന്ദേശം പകർന്നുകൊണ്ടാണ് ഈ ദിനം കടന്നു വരുന്നത്. നേരത്തെ ഷഫീദ് അത് സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിൽ, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വലിയ തോതിൽ യുദ്ധം, അതോടൊപ്പം തന്നെ കെടുതികൾ അനുഭവിക്കുന്നുണ്ട്. അത് യുക്രൈനിലാകട്ടെ, ഇസ്രയേലിലാകട്ടെ, ഗസയിലാകട്ടെ ഒക്കെ തന്നെ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം ആഘോഷങ്ങൾ കടന്നു വരുന്നത്. ചേർത്തുപിടിക്കലിൻ്റെ കൂടി സന്ദേശം ഈ ക്രിസ്മസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗസയിലെയും ഇസ്രയേലിലെയും ഉക്രൈനിലെയും ഒക്കെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകളും അടക്കമുള്ളവർക്ക്, ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവർക്കാണ് ഇത്തവണ ഈ ക്രിസ്മസ് സമർപ്പിക്കുന്നത് ലോകം. അത്തരത്തിൽ ഒരു സന്ദേശം കൂടി ഇത്തവണത്തെ ഈ ക്രിസ്മസിനുണ്ട് എന്ന് പറയാതിരിക്കാനാകില്ല. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് രാവിലെ മുതൽ വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുമാണ്. വിശുദ്ധ കുർബാന നടക്കുകയാണ് ഓരോ പള്ളികളിലും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഇനി കോഴിക്കോട്ടേക്ക് നടക്കാവ് CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ദീപക് തർമ്മടം ചേരുന്നു. മെറി ക്രിസ്മസ് ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്, കോഴിക്കോട് എന്തൊക്കെയാണ് നടക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്, മേരി ക്രിസ്മസ് SKN. SKN കോഴിക്കോട് സാധാരണ എല്ലാം ആഘോഷമാക്കുന്ന ജനങ്ങളാണ്. അതായത് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ അടിച്ചു പൊളിക്കുന്നവരാണ് മലബാറുകാർ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണാം, ഇന്നലെ പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷ് പള്ളിയിൽ ആദ്യ കുർബാന 5:30 മണിക്ക് കഴിഞ്ഞു. അത് മലയാളത്തിലാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 8 മണിയോടുകൂടി ഇംഗ്ലീഷ് കുർബാന ആരംഭിക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വേളയിൽ നമുക്ക് ഇവിടെയുള്ള ജനങ്ങളോടൊന്ന് സംസാരിക്കാം. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. എങ്ങനെയുണ്ട് ക്രിസ്മസ്? അടിപൊളിയായിരുന്നു. ഇംഗ്ലീഷ് കുർബാനയ്ക്ക് കാത്തുകയാണോ? യെസ്. SKN ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത, മലയാളം കുർബാന 5:30 നടക്കും. അത് കഴിഞ്ഞ് 8 മണിയോടുകൂടി ഇംഗ്ലീഷ് കുർബാന നടക്കും. ഈ കുർബാനയ്ക്ക് വേണ്ടി ഇവിടുത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് റവറൻഡ് ഡോക്ടർ ജെയിംസ് അദ്ദേഹമാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം നമുക്ക്. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ് ടു യു. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്? ഈ ക്രിസ്മസ് വളരെ സന്തോഷകരമായൊരു ക്രിസ്മസ് ആണ്. കോവിഡിൻ്റെ പ്രയാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുൾ ഫ്ലെഡ്ജായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത് 2ാമത്തെ വർഷമാണ്. ഈ പള്ളിയുടെ മാത്രം സവിശേഷതയാണ് 2 ഭാഷകളിൽ കുർബാന നടക്കുന്നുണ്ട് കോഴിക്കോട്. ഈ പള്ളി മാത്രമല്ല, കത്തീഡ്രലും അതുപോലെ തന്നെ 2 ഭാഷയിലാണ്. ഈ പള്ളിയുടെ പേര് ഇംഗ്ലീഷ് പള്ളിയാണ്. കാരണം പണ്ട് ബ്രിട്ടീഷുകാർ ആരാധിച്ചിരുന്ന ഒരു ദേവാലയമാണ്. അങ്ങനത്തെ ഒരു ലെഗസി ഇതുമായിട്ട് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ കുർബാന 8 മണിക്കുണ്ട്, 5:30 മണിക്ക് മലയാളത്തിലെ കുർബാന ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. മേരി ക്രിസ്മസ്. SKN അദ്ദേഹം പറഞ്ഞതുപോലെ ഈ അപൂർവം പള്ളികളിലാണ് 2 ഭാഷകളിലുള്ള കുർബാന നടക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ഇംഗ്ലീഷ് പള്ളിക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ എത്തി ഭരണമേറ്റെടുത്തതിന് ശേഷം അവരുടെ ആരാധനാക്രമങ്ങൾ കൊണ്ടുപോയത് ഈ പള്ളിയിലാണ് എന്നുള്ള ചരിത്രപരമായ ഒരു സവിശേഷത കൂടി ഈ പള്ളിക്കുണ്ട്. എങ്ങനെയുണ്ട് ക്രിസ്മസ് ആഘോഷം? അടിപൊളി. ചേച്ചി, എങ്ങനെയുണ്ട് ക്രിസ്മസ്? അടിപൊളി. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് കുർബാനയ്ക്ക് കാത്തുകയാണ്? അല്ലല്ല, കഴിഞ്ഞു. മലയാളം കുർബാന കഴിഞ്ഞ് പോകാൻ നോക്കുകയാണ്. SKN ഈ രീതിയിലാണ് മലയാളം കുർബാന കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ, ഇംഗ്ലീഷ് കുർബാന തുടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ. ഇങ്ങനെ ആഘോഷമാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്. പൊതുവേ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് SKN. പക്ഷേ ഇംഗ്ലീഷ് പള്ളിയിൽ ഒരു പ്രത്യേക വൈബാണ് SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടാണ് വിവരങ്ങൾ കോഴിക്കോട് നൽകിയത്. അലക്സ് ജോർജ് പറയുന്ന പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ സുമനസ്സുകൾക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു അലക്സ് ജോർജ്. ഇനി ഡൽഹിയിലേക്ക് സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുകയാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി മതമേലധ്യക്ഷന്മാർക്ക് വിരുന്ന് നൽകുന്ന ദിവസമാണ് ഇന്ന്. രാധാകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, മെറി ക്രിസ്മസ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ബസ്സിൽ ഇത്തരമൊരു വിരുന്ന് നടക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഡൽഹിയിലെ കാലാവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? അവിടുത്തെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കുറയുന്നുണ്ടോ? ഇൻഡെക്സിൽ മാറ്റം വന്നോ? SKN, ഈ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോതിൽ ഇപ്പോൾ കുറവല്ല, അത് കൂടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥയുള്ളത്. പക്ഷേ ഈ മഞ്ഞ് പെയ്യുന്ന രാവിൽ എന്ന് പറയുന്ന പോലെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഡൽഹിയിൽ ഈ ക്രിസ്മസും ആഘോഷിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിലാണ്. ഗോൾഡഖാന എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്.
വലിയ പ്രാധാന്യം ഈ പള്ളിയെ സംബന്ധിച്ച് ഉണ്ട്. ഇതൊരു കത്തീഡ്രലാണ് എന്നത് ആദ്യത്തെ പ്രാധാന്യം. ഒപ്പം ഡൽഹിയിലെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കൂടിയാണിത്. ഇവിടെയാണ് കഴിഞ്ഞ ഈസ്റ്റർ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശനം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള 7 റേസ് കോഴ്സ് റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ഉള്ളൂ. SKN സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നതും പ്രധാനമന്ത്രി നടത്തുന്ന ക്രിസ്മസ് ആഘോഷങ്ങളാണ്. അദ്ദേഹത്തിന്റെ വസതിയിൽ ഉള്ള ആഘോഷ പരിപാടികൾ ഇന്ന് നടക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ക്രിസ്മസ് മത മേലധ്യക്ഷന്മാർ അടക്കം പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ്. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനായിട്ട് പോവുകയാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളത് BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അതിന് പറ്റുന്ന വിധത്തിൽ ഉള്ള ഒരു ഇടപെടൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മണിപ്പൂരിൽ നിന്നും ഉള്ള ആളുകളെ അടക്കം, മണിപ്പൂരിൽ നിന്നുള്ള സഭ നേതൃത്വം നൽകുന്നവരെ അടക്കമാണ് ഇവിടേക്ക് വിളിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന പള്ളിയിലേക്ക് ആളുകൾ വന്ന് തുടങ്ങുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഈ തണുപ്പായതുകൊണ്ട് ഇവിടുത്തെ ആഘോഷ പരിപാടികളൊക്കെ അല്പം സാവകാശത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ രീതിയിലേക്ക് ഈ ആളുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ സുരക്ഷയുടെ ഒരു കാര്യവും കൂടി ഉണ്ട്. ഡൽഹിയിലെ പള്ളികളിൽ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഈ ആരാധന നടക്കുന്നത്. അങ്ങനെ ഡൽഹിയും വളരെ നല്ല രീതിയിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ രാത്രിയിൽ പള്ളികളിൽ ഇതിന് സമാനമായിട്ടുള്ള ആരാധനകളൊക്കെ നടന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ക്രിസ്മസിന്റെ ഒരു ലഹരിയിലേക്ക് ഡൽഹിയും എത്തിയിരിക്കുന്നു. SK. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.